കണ്ണൂരിലെ പാർട്ടി ഓഫീസുകളിൽ നിന്നും പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും പുറത്തു വരുന്നത് നാണംകെട്ട ഫണ്ട് തട്ടിപ്പുകളുടെയും അഴിമതിയുടെയും കഥകളാണ്. സാധാരണക്കാരായ സഖാക്കളുടെയും പാവപ്പെട്ട് അധ്വാനിക്കുന്ന ജനങ്ങളുടെയും ചോരയും നീരും പിഴിഞ്ഞെടുത്ത് ആ പണം കൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് CPM അധപ്പതിച്ചിരിക്കുന്നു. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന്റെ നാണക്കേടും നാറുന്ന കഥകളും മുക്കിയെടുക്കാൻ നെട്ടോട്ടമോടുന്നതിനിടയിലാണ് കണ്ണൂർ CPMന് അടുത്ത അടിയേറ്റത്. ഇത്തവണ കണ്ണൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിലാണ് ലക്ഷങ്ങളുടെ അഴിമതിയും വെട്ടിപ്പും തെളിഞ്ഞിരിക്കുന്നത്. സഖാക്കൾ വിയർപ്പൊഴുക്കി പിരിവ് നൽകിയ പണം പോയത് ഓഫീസിലേക്കല്ല, നേതാക്കളുടെ സ്വന്തം അക്കൗണ്ടുകളിലേക്കാണ്. ഒരു ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടി പല വഴിക്കാണ് ഇവർ ജനങ്ങളെ പിഴിഞ്ഞത്. ടൗൺ ബാങ്കിലെ പാവപ്പെട്ട ജീവനക്കാരിൽ നിന്നും പാർട്ടി അനുഭാവികളിൽ നിന്നും ഭീമമായ തുക പിരിച്ചെടുത്തു. പോരാത്തതിന് ബമ്പർ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ച് സമാന്തര ലോട്ടറിയും സമ്മാന പദ്ധതികളും വരെ നടത്തി. എന്നാൽ ഈ പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപയൊന്നും പാർട്ടിയുടെ കണക്ക് പുസ്തകത്തിൽ പോലുമില്ല. എല്ലാം കാണാമറയത്തേക്ക് മുങ്ങിയിരിക്കുകയാണ്. ജനങ്ങളെയും സ്വന്തം അണികളെയും ഒരുപോലെ പറ്റിച്ച ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയത് ലോക്കൽ സെക്രട്ടറി E രമേശനാണ്. ആളെ പുറത്താക്കി CPM ഇപ്പോൾ മാനം രക്ഷിക്കാൻ നോക്കുകയാണ്. ഏരിയ കമ്മിറ്റി യോഗം ചേർന്ന് രമേശിനെ പുറത്താക്കി P പ്രശാന്തിന് ചുമതല നൽകിയെന്ന് പറഞ്ഞ് കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന് കയ്യും കഴുകി മാറി നിൽക്കാൻ കഴിയില്ല. ഏറ്റവും ഗൗരവമുള്ള വിഷയം, ഈ തട്ടിപ്പ് നടത്തിയ E രമേശൻ CPM കണ്ണൂർ ഏരിയ സെക്രട്ടറിയുടെ അടുത്ത ബന്ധു കൂടിയാണ് എന്നതാണ്. ഉന്നത നേതാക്കളുടെ അറിവും സംരക്ഷണവും ഇല്ലാതെ ഇത്രയും വലിയൊരു കൊള്ള നടക്കാൻ ഒരു സാധ്യതയുമില്ല. ഉന്നത നേതൃത്വത്തിന്റെ പൂർണ്ണ അനുഗ്രാശിസുകളോടെ നടന്ന കൂട്ട തട്ടിപ്പാണിത്. ആരോപണമുയർന്നപ്പോൾ സ്വന്തം ബന്ധുവിനെയും പാർട്ടിക്കാരനെയും സംരക്ഷിക്കാൻ ഏരിയ നേതൃത്വം പരമാവധി ശ്രമിച്ചെങ്കിലും അണികളുടെ അമർഷവും ജനവികാരവും ഭയന്ന് മാത്രമാണ് ഇപ്പോൾ ഈ നാടകീയ നടപടിക്ക് തയ്യാറായിരിക്കുന്നത്. രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ പിരിച്ചെടുത്ത പണം വരെ മുഖ്യ ചരിത്രമാണ് പയ്യന്നൂരിൽ നമ്മൾ കണ്ടത്. ധീരനായ ഒരു രക്തസാക്ഷിയുടെ പേര് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണത്തിൽ പോലും അഴിമതി കാട്ടിയവർക്ക് ഒരു ഓഫീസ് ഫണ്ടിൽ തട്ടിപ്പ് നടത്താൻ ഒരു മടിയുമുണ്ടാകില്ല. വിപ്ലവവും തൊഴിലാളി വർഗ സ്നേഹവും നാവിൽ മാത്രം കൊണ്ടു നടക്കുന്ന ഈ പാർട്ടി ഇന്ന് അഴിമതിക്കാരുടെയും വെട്ടിപ്പുകാരുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. എവിടെ പോയി ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും ആദർശശുദ്ധിയും? സ്വന്തം അണികളുടെ പണം തട്ടിയെടുക്കുന്ന നേതാക്കളെ വളർത്തുന്ന ഫാക്ടറിയായി പാർട്ടി മാറിപ്പോയി. ചോര ചിന്തിയ രക്തസാക്ഷികളെ പോലും ചരക്കാക്കി മാറ്റി പണം ഉണ്ടാക്കുന്ന പ്രസ്ഥാനമായി ഇത് അധപ്പതിച്ചു കഴിഞ്ഞു. വെറുമൊരു ലോക്കൽ സെക്രട്ടറിയെ മാത്രം ബലി കൊടുത്ത് ഒളിച്ചോടാൻ CPM നേതൃത്വത്തിന് സാധിക്കില്ല. ഇത് വെറുമൊരു പാർട്ടി തലത്തിലുള്ള അച്ചടക്ക നടപടി കൊണ്ട് അവസാനിക്കേണ്ട വിഷയവുമല്ല. പാവപ്പെട്ട ബാങ്ക് ജീവനക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും തട്ടിപ്പ് നടത്തിയതിന് ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം. അന്വേഷണം ഏരിയ സെക്രട്ടറിയിലേക്കും ജില്ലാ നേതൃത്വത്തിലേക്കും നീളേണ്ടതുണ്ട്. രക്തസാക്ഷികളുടെ ചോര വിറ്റ് തിന്നവർ ഇപ്പോൾ പാർട്ടി ഓഫീസിന്റെ പേരിലും കൊള്ള നടത്തുകയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ നടപടി നാടകം തിരിച്ചറിയാനുള്ള ബുദ്ധി ജനങ്ങൾക്കുമുണ്ട്. ഈ നാണംകെട്ട അഴിമതിക്കും ജനവഞ്ചനയ്ക്കുമെതിരെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും.